പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ഓർക്കുന്നത് ശാന്തി തീരം ജോയ്സ് ഹോമിലെ ഒരു അമ്മയുടെ അനുഭവമാണ്. ഈ അമ്മ എന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളൊരു ഫംഗ്ഷൻ ആകുമ്പോൾ അവരോട് പാട്ട് പാടാനും കളിക്കാനും ചിരിക്കാനൊക്കെ അവരുടെ കൂടെ കൂടും. അപ്പൊ ഈ ഒരമ്മയുണ്ട്, അന്യമ്മ എന്നാണ് പേര്. അമ്മ എപ്പോഴും പാടുന്ന പാട്ട് ഇതാണ്: ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, മക്കളെ പോറ്റി വളർത്തി എന്ന് പറയുന്ന ഒരു പാട്ട് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, മക്കളെ പോറ്റി വളർത്തിയ അമ്മയെ നോക്കാത്തതിന്റെ ഒരു വേദനയാണ് അമ്മയെ പാട്ട് പാടുമ്പോൾ എപ്പോഴും. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു പറഞ്ഞു, അമ്മ എന്താണ് അമ്മയുടെ വിഷമം? അപ്പൊ അമ്മ കഥ പറയാൻ തുടങ്ങി. എൻ്റെ മോൻ എന്നോട് പറയാണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്, എന്നെ അറിയിച്ചില്ല, ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി, പിന്നെ ഇന്നോളം അവനിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൊല്ലം 10-12 കൊല്ലായി, ഞാൻ ജീവിച്ചിരിക്കണ്ടോ മരിക്കണ്ടോ ഒന്നും പോലും അവനറിയില്ല. അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയില്ലേ? അത് ഓർത്തിട്ട് അമ്മ ഞാൻ എപ്പോഴും പാട്ട് പാടാൻ പറയുമ്പോൾ അതാ ഓർക്കുക ഞാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആകാശമായി കേൾക്കാൻ പാടുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ അമ്മച്ചി നമ്മൾ എന്നിവിടെ നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭക്ഷണമൊക്കെ നമ്മൾ വിളമ്പുകയാണെങ്കിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. എനിക്ക് വേണ്ട ഒക്കെ മേടിക്കും, സ്നേഹത്തോടും കൊതിയോടും കൂടി മേടിക്കും. അത് കഴിക്കില്ല. പക്ഷെ എന്താ അമ്മച്ചി കഴിക്കാത്ത? എൻ്റെ മോന് ഭയങ്കര കഷ്ടപ്പാടാ അമ്മ, എൻ്റെ മോന് ഇതൊക്കെ തിന്നണുണ്ടാവോ, എനിക്കിത് തിന്നിട്ട് ഇറങ്ങണില്ല. ഇതാണ് ഈ അമ്മയുടെ സങ്കടം. അപ്പൊ എൻ്റെ മനസ്സിൽ ചിന്തിപ്പിച്ചത് ഇതാണ്: ഒരു മൊമെന്റിൽ പാട്ട് പാടുമ്പോൾ മോൻ കൊണ്ടുവന്നാക്കിയതിന്റെ വേദന ഒരു സ്ഥലത്ത് എൻ്റെ മോൻ എന്നുള്ള ആദി. ഇതൊരു അമ്മയുടെ ചങ്കിന്റെ അനുഭവമാണ്. എല്ലാ അമ്മമാരും എങ്ങനെയാവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും എന്ത് സാധനം കൊടുത്താലും ഇവിടെയുള്ള അമ്മച്ചിമാരുടെ ഒരു പ്രത്യേകതയാണ്, അത് സ്വരുക്കൂട്ടി ബാഗിൽ സൂക്ഷിച്ചു വെക്കും. ഈ മക്കളെല്ലാവരും നോക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഉപേക്ഷിച്ചതല്ല, സ്നേഹമില്ലാത്തത് കൊണ്ട് ഉപേക്ഷിച്ചതാവണമെന്നില്ല. ചിലര് അങ്ങനെ മരുമക്കളുടെ ശല്യം കൊണ്ട്, ഭാര്യമാരുടെ പ്രശ്നം കൊണ്ട് അമ്മയും ഭാര്യയും തമ്മിൽ എപ്പോഴും നമ്മൾ ശണ്ട കൂടുമ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി മക്കളെ ഉപേക്ഷിക്കുന്നു, സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർ. ചിലര് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിലും ഈ മരുമകളുടെ പ്രശ്നം കൊണ്ട് ഉപേക്ഷിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് സാമ്പത്തികമായിട്ട് ക്ലേശങ്ങൾ ഉള്ളത് കൊണ്ടും ദാരിദ്ര്യ ദുഃഖം ഉള്ളത് കൊണ്ടും, കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട്, മുറി ഷെയർ ചെയ്യാനില്ലാത്തത് കൊണ്ട്, ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട്, അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇങ്ങനെ പല തരത്തിലാണ് ആളുകൾ ഇങ്ങനെയുള്ള റെസ്ക്യൂ ഹോമുകളിൽ വരുന്നത്. അപ്പോൾ എങ്കിലും ഇവരുടെ ഹൃദയത്തിലൊക്കെ ഈ മക്കളെ കുറിച്ചുള്ള ആദിയും വ്യാധിയും വളരെ കൂടുതലാണ്. ഇവിടെ ആരെങ്കിലൊക്കെ കാണാൻ വരുമ്പോൾ കുറെ നേരത്തേക്കെങ്കിലും എൻ്റെ മക്കള് വന്നൊരു പ്രതീതിയാണ് അവർക്ക്. അവരുടെ പിരുന്ന് ആടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, സന്തോഷമാവുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ വിചാരിക്കും, ഓ എൻ്റെ മക്കളെ എവിടെയാവോ, ഞങ്ങൾക്ക് മക്കളില്ലെങ്കിൽ എന്തോരം ആളുകളെ ഞങ്ങൾ കാണാൻ വരണേ അമ്മേ, അത് ഞങ്ങൾക്ക് മനസ്സിന് ഒരു സമാധാനമാണ്, സന്തോഷമാണ് എന്നാണ് അവർ പറയാം. അപ്പൊ എന്നോട് എപ്പോഴും ഇനി എന്താ കുട്ടികൾ വരണേ, അല്ലെങ്കിൽ ഇനി എന്താ ഞങ്ങളെ കാണാൻ ആരെങ്കിലും വരണേ എന്നാണ് അവർ ചോദിക്കുക. ഇതൊക്കെ അവരുടെ മനസ്സിന്റെ കൊച്ചു കൊച്ചു മോഹങ്ങളും ആഗ്രഹങ്ങളുമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ജീവിക്കുന്നത് സുഖസുന്ദരമായിട്ട് നമ്മൾ സുഖത്തിൽ ആറാടി ജീവിക്കുകയായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള പാവപ്പെട്ട ഒരു മനുഷ്യ സംസർഗത്തിന് വേണ്ടി വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഓർക്കാം. നമ്മൾ അനുഭവിക്കുന്ന ഒരു ഓഹരി അവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു എക്സ്ട്രാ കണ്ണ് നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.